ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റംസാൻ സ്പെഷ്യൽ നേന്ത്രപ്പഴം കൊണ്ടൊരു ഉണ്ണിയപ്പമാണ്. നോക്കൂ, വളരെ സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പമല്ലേ, വളരെ രുചിയുള്ളതും കൂടിയാണ് കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഐറ്റം. നിങ്ങളിതൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിന് 5 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നോക്കൂ, ഇത് 5 നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും ഞാൻ നീക്കം ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മീതെയുള്ളൊരു ആരുണ്ട്, ആ ആരെല്ലാം നമുക്ക് കളഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത കുരു ഒന്നും ഞാൻ നീക്കം ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാനിത് 2ആയിട്ട് പീസാക്കി കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ആരെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഈ 5 നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഈ അരിഞ്ഞെടുക്കണ ഇതേ ലെവലിൽ കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ആവശ്യമായത് ഏലക്കായയാണ്. ഞാനിതിലേക്ക് ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ചിരവിയെടുത്തതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട അടിച്ചതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും നമ്മുടെ ഈ പഴം നുറുക്കിയതും ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വളരെ പേസ്റ്റായിട്ടൊന്നും അരയണ്ട, ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ മാറ്റിക്കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, കുറേശ്ശെ ഇതുപോലെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ മൈദപ്പൊടിയും മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. കണ്ടില്ലേ, ചെറിയ കപ്പിൽ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ട് അരിപ്പൊടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായി മിക്സായി വരണം കേട്ടോ. ഈ അരിപ്പൊടിയുടെയും മൈദയുടെയും ഒരു തരി പോലും കാണാനുണ്ടാവരുത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ രുചി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഓരോ കുഴികളിലേക്കും ഒഴിച്ച് നിറച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഓരോ സ്പൂണിലും ഇങ്ങനെ ഓരോ സ്പൂൺ മാവ് എടുത്തിട്ട് നമുക്കിത് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ സ്പൂണും കോരിയെടുത്ത് നമുക്ക് ഈ മാവെല്ലാം കുഴികളിൽ നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം ഈ കൂട്ട് റെഡിയാക്കുമ്പോൾ നിങ്ങളുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. പ്രമേഹക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല മധുരം ആവശ്യമുള്ളത് കൊണ്ട് പഴത്തിൻ്റെ മധുരം എല്ലാം കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ ഇതിങ്ങനെ നന്നായിട്ട് നേന്ത്രപ്പഴമൊക്കെ വെന്ത് വരും. നേന്ത്രപ്പഴം ഈ മൈദയും അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് വരണ്ടേ, അതിനാണ് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാൻ പറഞ്ഞത്. എൻ്റെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് കോരി എടുക്കുകയാണ് കേട്ടോ. ഇതിലൊരു തരി എണ്ണ പോലും ഇത് കുടിക്കില്ല, അത്രയും ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും.
റംസാൻ സ്പെഷ്യലായിട്ട് നേന്ത്രപ്പഴം വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കല്ലേ. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.